സാർ, ഞാനിവിടെ ഒന്ന് ഇരുന്നോട്ടെ. ഇരിക്ക്. കുടിക്കാൻ വെള്ളം വല്ലതും വേണോ? എടോ സാർ, ഇയാൾക്ക് കുടിക്കാൻ കുറച്ച് വെള്ളം കൊണ്ട് കൊടുക്കുക. വെള്ളം കഴിച്ചു കൊടുക്കുക. ശരി സാർ. കൊടുക്ക് സാർ. എന്താ സച്ചേട്ടാ, പുറത്ത് കുറച്ച് ആളുകൾ ബഹളം വെക്കുക. ആരിപ്പോ ഇവിടെ വന്ന് ബഹളം വെക്കാനായിട്ട്? കമ്പനിയിലെ തൊഴിലാളികളാണെന്ന് തോന്നുന്നു. വാ. പാവപ്പെട്ട 4 തൊഴിലാളികളാണ് മരിച്ചത്. അതിനിവർ സമാധാനം പറഞ്ഞേ പറ്റൂ. കമ്പനിയുടെ ഉടമസ്ഥനെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ബഹളം ഉണ്ടാക്കുന്നത് പോണം. പാവപ്പെട്ട തൊഴിലാളികളെ കൊലക്ക് കൊടുത്തിട്ട് ഇതിനകത്തേരെ ഒളിച്ചിരിക്കുകയാണല്ലേ. ഇതിനവർ സമാധാനം പറഞ്ഞേ പറ്റൂ. സച്ചേട്ടാ, നിങ്ങളിപ്പോൾ അങ്ങോട്ട് പോരുത്. അവരെന്തെങ്കിലും ചെയ്യും, അങ്ങോട്ട് പോകണ്ട. പാവപ്പെട്ട തൊഴിലാളികളെ കൊലക്ക് കൊടുത്തിട്ട് യവനൊക്കെ സൂചിച്ചിരിക്കുകയാണല്ലേ. ആ സേതുവാദനം ഇങ്ങോട്ട് ഇറക്കി വിട്. അയാൾ അറസ്റ്റ് ചെയ്തെന്ന് പറഞ്ഞില്ലേ? അത് ഞാൻ കൈകാര്യം ചെയ്തതാണ്. നമ്മുടെ തൊഴിലാളികളല്ലേ, അപ്പോൾ ഞാൻ സംസാരിക്കാം. എന്നാ പിന്നെ വേറെ മുതലാളി ഇറക്കി വിട്. ഇല്ലെങ്കിൽ ഇതെല്ലാം കൂടി ഞങ്ങൾ തള്ളി പൊട്ടിക്കും. ഫാക്ടറി ലൈസൻസ് ഒന്നും ഇല്ലാതെ പാവപ്പെട്ട തൊഴിലാളികളൊന്നും ചതിക്കായിരുന്നു. അതിന് സമാധാനം പറഞ്ഞേ പറ്റൂ. ഇറക്കി നിങ്ങളോട് പറഞ്ഞ് മാറിയിക്കാൻ. നിർത്ത്, അവരോട് ഞങ്ങൾ സംസാരിക്കാം. തൊഴിലാളികളെ ചതിച്ചിട്ട് നീയൊക്കെ ഇനി എന്ത് സംസാരിക്കാൻ? ജാമ്യം കിട്ടാൻ ഒരു വഴിയുമില്ലാത്ത കേസാണ്. ലൈസൻസ് പുതുക്കാൻ ആ മാനേജറെ ഏൽപ്പിച്ചിട്ട് അത് ഫോളോ അപ്പ് ചെയ്യാത്തതുകൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. നിങ്ങളെ പോലുള്ള വലിയ വലിയ ആൾക്കാര് ഇങ്ങനെ അശ്രദ്ധ കാണിക്കാവോ? പറ്റിപ്പോയി സാർ, ഞാൻ ആ മാനേജരെ വിശ്വസിച്ചു. ഇപ്പൊ അവൻ മുങ്ങി, നിങ്ങൾ അകത്തുപോയി. നിയമപരമായി നിങ്ങൾ മാത്രമാണ് ഇതിനെല്ലാം ഉത്തരവാദി. മാനേജര് നിങ്ങളുടെ വെറും ജോലിക്കാരനാ. ജാമ്യം കിട്ടുന്ന ഒരു പ്രതീക്ഷ പോലും വേണ്ട. എത്ര പേരാണ് ആ തീയിൽ വെന്ത് മരിച്ചതെന്ന് അറിയാലോ. അച്ഛാ, അച്ഛനെ ഈ അവസ്ഥയിൽ കാണേണ്ടി വരുന്ന ഞാൻ സ്വപ്നത്തിൽ പോലും ചിന്തിച്ചിട്ടില്ല. അർച്ചനയുടെ കുഞ്ഞിന്റെ ജാതകദോഷം എത്ര വലുതാണെന്ന് അച്ഛൻ ഇപ്പൊ ബോധ്യായില്ലേ? അച്ഛാ, ഇത് അഡ്വക്കേറ്റ് മഹേശ്വരൻ പോറ്റി, വളരെ സീനിയറായ ക്രിമിനൽ ലോയറാ. അച്ഛന്റെ ജാമ്യത്തിന്റെ കാര്യം ഞാൻ ഇദ്ദേഹത്തെ ഏൽപ്പിച്ചിരിക്കുന്നത്. ലൈസൻസ് പുതുക്കാതെ ഒരു കമ്പനി പ്രവർത്തിക്കുക എന്ന് പറഞ്ഞാൽ അത് നിയമവിരുദ്ധമാണ്. ഇൻഷുറൻസിന്റെ ഒരു ക്ലെയിമും നമുക്ക് കിട്ടുമെന്ന് ഉറപ്പില്ല. അതുകൊണ്ട് നിയമത്തിന്റെ മറ്റ് ആനുകൂല്യങ്ങളും ലഭിക്കില്ല. കുറച്ചു സമയം പോലീസ് കസ്റ്റഡിയിലും ജയിലിലും കിടക്കേണ്ടി വരാനുള്ള സാധ്യതയുണ്ട് എന്ന് കരുതി വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇവിടുന്ന് ബെയിൽ കിട്ടാൻ നമ്മൾ പരമാവധി ശ്രമിക്കും. ഇല്ലെങ്കിൽ സുപ്രീം കോടതി വരെ പോയിട്ടാണെങ്കിലും നമ്മൾ ജാമ്യം എടുത്തിരിക്കും. ഈ വയസ്സുകാലത്ത് കാരാഗ്രഹവാസം അനുഭവിക്കണമെന്ന് എന്റെ ജാതകത്തിൽ യോഗം കാണും. അത് അനുഭവിക്കാതെ പറ്റില്ലല്ലോ. ദൈവങ്ങൾ വരെ കാരാഗ്രഹവാസം അനുഭവിച്ചിട്ടുണ്ട്. പിന്നെയല്ലേ നമ്മൾ മനുഷ്യരുടെ കാര്യം. പക്ഷേ
ഏതു വലിയ കാരാഗൃഹത്തിൽ കിടന്നാലും ജാമ്യമെടുത്ത് പുറത്തു വരാനുള്ള വകുപ്പുകൾ നമ്മുടെ നിയമത്തിൽ തന്നെയുണ്ട്. അതുകൊണ്ട് പേടിക്കാനൊന്നുമില്ല. ജാമ്യം നമ്മൾ എടുത്തിരിക്കും. കോടതിയിൽ കൊടുക്കാനുള്ള ചില പേപ്പേഴ്സിൽ അച്ഛൻ ഒപ്പിട്ട് കൊടുക്കണം. ഇത്രയും ക്രൂഷ്യലായ ഒരു കേസിൽ ബെയിൽ കിട്ടാൻ നമ്മൾ ചില കളികളൊക്കെ കളിക്കേണ്ടി വരും. അതിന് ചില ഫയലുകളൊക്കെ തയ്യാറാക്കാനുണ്ട്. ഇതൊന്നും താങ്കൾ മനഃപൂർവ്വം ചെയ്തതല്ലല്ലോ. ആ മാനേജർ താങ്കളെ ചതിച്ചതല്ലേ? പോലീസ് അയാളെ അന്വേഷിച്ചിട്ട് എന്തായി? വല്ല വിവരം കിട്ടിയോ? ഇതുവരെ ഒന്നും കിട്ടിയിട്ടില്ല. ഇതിലൊപ്പിടും. പേടിക്കണ്ട, അതിൽ മേറ്ററല്ല, ഞാൻ ടൈപ്പ് ചെയ്ത് വെച്ചോളാം. ഓക്കെ. ജനിക്കുന്നതിന് മുമ്പ് ആ കുഞ്ഞിന്റെ ജാതകദോഷം നമ്മുടെ വീട്ടിൽ ഇത്രയും നാശം ഉണ്ടാക്കി. ഇനി ആ കുഞ്ഞ് നമ്മുടെ വീട്ടിൽ ജനിച്ചാ നമ്മൾ എന്തൊക്കെ ദുരിതങ്ങൾ അനുഭവിക്കേണ്ടി വരും. ഞാൻ എന്തു പറഞ്ഞാലും അവരെന്നെ ശത്രുവായിട്ട് മാത്രമേ കാണൂ. അർച്ചനയുടെ കാര്യം ഓർക്കുമ്പോഴാ എനിക്ക് അതിനേക്കാളും വിഷമം. ഇതുപോലൊരു കുഞ്ഞ് അവക്ക് വന്ന് ജനിച്ചല്ലോ അച്ഛാ. എന്റെ കാര്യം ഓർത്ത് മോള് വിഷമിക്കണ്ട. എല്ലാറ്റിനോടും പൊരുത്തപ്പെടാൻ അച്ഛനിപ്പോ പഠിച്ചു കഴിഞ്ഞു.